ഓണം വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ പൂവിപണി സജീവമായി കഴിഞ്ഞു. ഇനി മലയാളികളുടെ വീട്ടുമുറ്റങ്ങൾ പല നിറമുള്ള പൂക്കളാൽ നിറയും. മത്തപൂത്താൽ അത്തം വന്നു, ഓണം വന്നു എന്നാണ് പഴമൊഴി. ഓണാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് പൂക്കളം. പണ്ട് നാട്ടിടവഴികളെ സമ്പന്നമാക്കിയിരുന്ന നാടൻ പൂക്കളാണ് വീട്ടുമുറ്റങ്ങളിലെ പൂക്കളങ്ങളെ വർണ്ണാഭമാക്കിയിരുന്നത്. എന്നാൽ കാലം മാറുന്തോറും ആ സ്ഥാനം അന്യസംസ്ഥാന പൂക്കൾ കൈയടക്കിയിരിക്കുന്നു. ദിണ്ടിഗൽ, സേലം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ എത്തുന്നത്. എല്ലാ തവണയും പൂവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇത്തവണ എങ്ങനെയാണ് പൂവില എന്നുള്ളത് നമുക്ക് വ്യാപാരികളോട് തന്നെ ചോദിച്ചറിയാം. ഇപ്രാവശ്യം പൂവിൻ്റെ വില എന്ന് പറഞ്ഞാൽ അവിടെ വില കൂടുതലാണ്. പക്ഷേ നമ്മളിവിടെ കൂടെ വിലയൊന്നും കൂട്ടിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ വില മാത്രമേ ഇവിടെ ഇപ്രാവശ്യം ചെയ്യുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കച്ചവടം ഭയങ്കര മോശം ആണ്. ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ സമയത്തൊക്കെ നല്ലോണം നിരക്കുന്ന ആൾക്കാർ നിൽക്കുന്ന സമയമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ വാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഇതിന് വാടക തന്നെ കൊടുക്കണം. 10-16 പണിക്കാർ, അവർക്കുള്ള ശമ്പളം, ലൈറ്റ്, ഭക്ഷണം, പിന്നെ ഇതെല്ലാം കൂടി കൂടുമ്പോൾ തന്നെ ദിവസം നമുക്കൊരു 60,000 രൂപ 70,000 രൂപ ചിലവ് തന്നെയുണ്ട്. ഈ ചിലവിന് നമ്മൾ ആൾക്കാരൊന്ന് കൂട്ടി മേടിക്കും ചോദിക്കുമ്പോൾ എന്താ വില കൂടുന്നു ചോദിക്കുന്നത്. കാരണം നമുക്ക് അവിടെ വില, പക്ഷേ ഇവിടെ പ്രാവശ്യം നിങ്ങൾ വില കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വില കുറച്ചിട്ടുള്ളൂ ഞങ്ങളിവിടെ. അപ്പോൾ നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ഇനിയിപ്പോൾ ഓരോ ദിവസം അടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് വില വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, വലിയ വില കൂടാനുള്ള സാധ്യത കുറവാണ്. എന്നാലും പിന്നെ അവിടെ നിന്ന് വരുന്നതനുസരിച്ച് അവർ ബില്ല് തരുന്നതനുസരിച്ചാണ് നമ്മളിവിടെ. പക്ഷേ ഇപ്പോൾ ബില്ലിൽ നമ്മളൊന്നും കയറ്റി വെച്ചിട്ടില്ല. ഒക്കെ നമ്മളെ ആ ബില്ലിൽ നിസ്സാരമായ നമ്മളെ ലാഭങ്ങൾ അനുസരിച്ചുള്ള വില മാത്രമേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇതാണ് പൂക്കളിലെ താരം ആഷ്ട്ര. 3 തരം കളറുകളിലാണ് ഈ പൂ എത്തിയിട്ടുള്ളത്. 400 രൂപയാണ് ഇതിൻ്റെ വില. ചെറിയ റോസാപ്പൂ 400, വെള്ള ജമന്തി 400. ചെണ്ടുമല്ലിയിൽ 2 തരത്തിലുള്ള ചെണ്ടുമല്ലികളാണുള്ളത്. ഒന്ന് മഞ്ഞയും ഓറഞ്ചും. രണ്ടിനും 150 രൂപയാണ് വില വരുന്നത്. വാടാമല്ലിക്ക് 300 രൂപയാണ് വില. ഇത്തരത്തിൽ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടെങ്കിലും ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം 100 രൂപയുടെയും 50 രൂപയുടെയും പാക്കറ്റുകളാക്കി ഈ പൂ വാങ്ങാവുന്നതാണ്. ഇനി ഈ അത്തം മുതൽ തുടങ്ങുന്ന ഈ പൂവിപണി തിരുവോണ തലേന്ന് വരെ സജീവമായിരിക്കും. മാത്രമല്ല പ്രധാന നഗരങ്ങളിലും ഒപ്പം തന്നെ പ്രധാന കവലകളിലും ഇത്തരത്തിലുള്ള പൂവിൽപ്പന സംഘങ്ങൾ ഉണ്ടായിരിക്കും. ഏതായാലും ഓണം കളറാക്കാൻ പൂവിപണി സജീവമായി കഴിഞ്ഞു. ക്യാമറമാൻ പ്രവീണിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്.